വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. ഓക്കെ, വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ചെറിയ കമൻറ്റുകളൊക്കെ അതിൽ വന്നു. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. സോ മറക്കല്ലേ, ഒരു 50% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. മറക്കാതെ ഇന്ന് മുതൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്കും ഷെയറും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും ഇടണം. ഇന്നത്തെ ടോപ്പിക്ക് ജങ്ക് ഫുഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ ഓരോ വീഡിയോയിലും ഓരോ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാനും കൂടി ആലോചിക്കും, എൻ്റെ ലൈഫ് സ്റ്റൈലിലും അത് കയറി വന്നിട്ടുണ്ടോ, എനിക്കും ഇതുകൊണ്ട്. അപ്പോൾ നാച്ചുറലി ഞാനത് വായിക്കുന്ന സമയത്ത് പറ്റും അതൊന്നും കൂടി അതിനെ എടുത്തൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് രണ്ട് പേർക്കും അത് യൂസ്ഫുൾ ആവും എന്നുള്ള കണ്ടൻറ്റുകളിലാണ് ഞാൻ പൊതുവെ വീഡിയോ ചെയ്യുന്നത്. സോ അപ്പം ഞാൻ മാറി നിന്നിട്ടല്ല സംസാരിക്കുന്നത്, എൻ്റെ ലൈഫ് സ്റ്റൈലിലും ഈ ജങ്ക് ഫുഡിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കിതിൻ്റെ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ടോപ്പിക്കായി വന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു റെഡ്യൂസ് ദി ജങ്ക് ഫുഡ്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഇത് ഒരു പരിധിക്കപ്പുറം മിക്കവരുടെ ലൈഫിലേക്കും വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ജങ്ക് ഫുഡിൻ്റെ ദോഷങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനു പറയുന്നു, ചെറിയ കുട്ടികളടക്കം അവരുടെ ബുക്സിൽ പോലും ഉണ്ട് ഹെൽത്തി ഫുഡ് ജങ്ക് ഫുഡ് ഏതാ എന്നൊക്കെ അവരോട് ഡിവൈഡ് ചെയ്യാൻ പറയും. അപ്പോൾ അവർ പോലും അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും പിന്നെ വളരെ കൊച്ചു കുട്ടികളാണെങ്കിൽ ഓക്കെ, അവർക്കറിയില്ല എന്നുള്ളതാണ്. നമ്മൾ തന്നെയാണ് അവരെ ഈ ശീലങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് നമുക്കിതിൻ്റെ ദോഷങ്ങളൊക്കെ അറിയാം, എന്നിട്ട് പോലും നമ്മൾ എന്തുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്തില്ല? ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു വലിയൊരു പാർട്ട് ഈ ജങ്ക് ഫുഡ് എടുത്തുകൊണ്ട് പോയത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് അതിൻ്റെ ആ റീസൺ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കതിനെ ഒന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ശരി, ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ 2-3 ലിറ്ററേച്ചർ ഞാൻ വായിച്ചു, നാളെ മുതൽ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ജങ്ക് ഫുഡിൻ്റെ ഒരിക്കലും പറ്റില്ല. അങ്ങനെ പറ്റില്ല എന്നാണ് പറയുന്നത്. നാളെ അത് നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെയാവും. നമ്മൾ നാളെ ഒരു ദിവസം വേണമെങ്കിൽ കഴിക്കില്ല, പക്ഷെ പിന്നെ അത് കാണുന്ന പെട്ടെന്ന് എബ്രപ്റ്റായിട്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്കത് കാണുന്ന സമയത്ത് അത് മൊത്തം ബ്രേക്കായി പോകും. നമ്മൾ കുറേ കൂടുതലെടുത്ത് കഴിക്കും. സോ ഗ്രാജ്വലി ആണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ശീലം നിർത്താൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ ആരും അങ്ങനത്തെ ഒരു ഡിസിഷനിലേക്കൊന്നും എടുത്തു പോകരുത്, നാളെ തൊട്ട് ഞാൻ കഴിക്കില്ല. അതാണ് ഒരു പോയിന്റ് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. ഗ്രാജ്വലായിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു സ്റ്റെപ്പ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, പിന്നിലേക്ക് നിൽക്കണം. ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ ചിലവരുടെ വീട്ടിലത് ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു ഐ അപ്രീഷിയേറ്റ് യു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇറ്റ്സ് എ ബോഡി ഈസ് എൻ എൻജിൻ ആൻഡ് അതിലേക്ക് കൊടുക്കുന്ന ഫ്യൂവൽ നല്ല ഫ്യൂവലായിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ബാക്കി നമ്മളെപ്പോലെ അല്ലെങ്കിൽ കുറച്ച് ഓവറായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ബാലൻസിന് കുറച്ച് മുകളിൽ നിൽക്കുന്നവർ നമ്മുടെ ബോഡിക്ക് നമ്മൾ ഭയങ്കര ഓവർലോഡാണ് കൊടുക്കുന്നത്. നമ്മുടെ ഒരു കാറിൽ പെട്രോൾ അടിക്കുമ്പോൾ പോലും നമ്മൾ നല്ല പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കും, അല്ല ചിലതിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബ്രേക്ക് ഡൗണുകൾ വരുമ്പോൾ നമ്മൾ നല്ല പെട്രോൾ പമ്പിൽ നമ്മൾ എപ്പോഴും അടിക്കും. പക്ഷെ നമ്മളുടെ ബോഡി ഇറ്റ്സ് ഓൾസോ ആൻ എൻജിൻ. അതിലേക്ക് നമ്മൾ ഫ്യൂവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത്? അത് നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ അതിനെ ഓവർലോഡ് ചെയ്ത് ഒരു ദിവസം അത് പണി മുടക്കും. അത് നമ്മളെ ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്ന അസിഡിറ്റിയാണ്. ജങ്ക് ഫുഡ് നമുക്ക് ദോഷം ചെയ്യാൻ തുടങ്ങി എന്ന് കാണിക്കുന്നതിൻ്റെ ഫസ്റ്റ് ലക്ഷണം അസിഡിറ്റി തന്നെയാണ്. അസിഡിറ്റി ആൻഡ് അൾസർ എന്നൊക്കെ പറയുന്നത് നമുക്ക് നല്ലോണം മനസ്സിലാവുന്നതാണ്. സോ എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് ഈ ജങ്ക് ഫുഡ് വന്നത്? അത് എൻ്റെ ലൈഫിൽ ഒരു റീസൺ ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ വേറൊരു റീസൺ ആവാം. സോ സം ഓഫ് ദി റീസൺസ് എന്ന് പറയുന്നതിൽ ഒന്ന് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. എന്താ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ? പെട്ടെന്ന് സന്തോഷം കിട്ടുക. ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, കുട്ടികളെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് എല്ലാം അങ്ങനെ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു അഡിക്ഷൻ വരും എന്നുള്ളതാണ്. അപ്പോൾ കാരണം നോക്കൂ, നമുക്കൊന്ന് പെട്ടെന്ന് വെച്ചു, നമ്മൾ ഉടനെ കയ്യിലൊരു മൊബൈലും ഉണ്ട്, നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു, അത് കിട്ടി, വേഗം വന്നു, ഡോർ ബെൽ അടിച്ചു, നമുക്ക് പിസ്സ എത്തി, ബർഗർ എത്തി, ഹോട്ട് ഡോഗ് ഇതൊക്കെ എത്തി. അങ്ങനത്തെ ആ ഒരു സ്റ്റഫിലുള്ള ജങ്ക് ഫുഡ്സിൻ്റെ നമ്മൾ ഏതൊക്കെയൊക്കെ ഓർഡർ ചെയ്തു, നമ്മൾ കഴിച്ചു.
ഭയങ്കര സന്തോഷം അല്ലേ. ഒരു 5 മിനിറ്റ്സ് നമുക്ക് ഭയങ്കര ഒരു ഇത്. അതാണ് ജങ്ക് ഫുഡിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. അതിനെന്നുവെച്ചാൽ ഡോപ്പമൈൻ, ഹാപ്പി ഹോർമോൺസ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കാരണം അതിലെ കോമ്പിനേഷൻ, സോൾട്ട്, ഷുഗർ കോമ്പിനേഷൻസ്, അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കമ്പനിക്കാർ ആ കോമ്പിനേഷൻസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എങ്ങനെയാണ് അപ്പോൾ ഹാപ്പി ഹോർമോൺ. പക്ഷേ അതൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 1 അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നോക്കി ആലോചിച്ച് കഴിഞ്ഞാൽ കാരണം അത് അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാവും. പക്ഷേ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടിയില്ലേ, ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്, വി ഹാവ് ടു ലേൺ ഫോർ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. പെട്ടെന്നൊന്നും വിശന്നു ചിലപ്പോൾ എല്ലാം വിശപ്പാവില്ല. ഞാനിത് വായിച്ചു ചിലപ്പോൾ ബ്രെയിൻ മിസ്ഗൈഡ് ചെയ്യപ്പെടുത്ര, മിസ്ലീഡ് ചെയ്യപ്പെടും. അങ്ങനെ അതായത് നമുക്ക് ദാഹിക്കുന്നുണ്ട്, നമ്മുടെ വിശപ്പിനെ ദാഹമായിട്ട് നമ്മുടെ വെള്ളം കുടിക്കാനുള്ള ഇതുണ്ടാവും, നമുക്ക് തേഴ്സ്റ്റ് ഉണ്ടാവും, അത് നമുക്ക് വിശപ്പായിട്ട് എന്ത് ചെയ്യാം, ചിലപ്പോൾ മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നതാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ആവശ്യം വെള്ളം കുടിച്ചാൽ മതി. പക്ഷെ നമ്മളോട് പറഞ്ഞ് ഭക്ഷണം കഴിക്കാനാണെന്ന് പറഞ്ഞു, നമ്മൾ പോയിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഭക്ഷണമാണ് കഴിച്ചത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഒന്ന് പെട്ടെന്നൊന്ന് വിശന്ന് കഴിഞ്ഞാൽ ആദ്യം ഒരു സിപ്പോ 2 സിപ്പോ ഒന്ന് വെള്ളം കുടിക്കാം നമ്മൾ. എന്നിട്ടും നമ്മുടെ അത് തീർന്നിട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ, ഫുഡിലേക്ക്. ഇനി ഫുഡിലേക്ക് തന്നെ പെട്ടെന്ന് ഈ മൊബൈൽ എടുക്കാതെ നമ്മളൊന്ന് കിച്ചണിൽ കയറി നോക്കാം. അത് നമ്മുടെ ശീലമാക്കുക. കാരണം ഇതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളത്. ഇൻസ്റ്റൻ്റ്ലി മൂവ് ടു ദി കിച്ചണിൽ പോയാൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടാവും. അവിടെ ചിലപ്പോൾ ആപ്പിൾ ഇരിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഫ്രിഡ്ജ് തുറന്നാൽ ചിലപ്പോൾ ഒരു ക്യാരറ്റ് ഇരിക്കുന്നുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ കിച്ചണിലും ഉണ്ടാവും. ചിലപ്പോൾ അമ്മ അവിടെ നിന്നിട്ട് അമ്മ നന്നായി വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ റെഡി ആയിരിക്കും. ചിലപ്പോൾ ഒരു 2 കുറച്ച് അവിലുണ്ടാവും, അവിലൊന്ന് നനച്ച് നാളികേരവും ശർക്കരയും അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേഗം, അതൊക്കെ ഇൻസ്റ്റൻ്റ്ലി അമ്മയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മയോടെ ഒന്ന് പറയാനേ മടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അതൊന്നും കഴിച്ചിട്ടില്ല എന്നെങ്കിലും കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്, നന്നായി കുഴച്ചിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെയും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനിൽ അടുക്കള വരെയല്ലേ പോയിട്ടുള്ളൂ. സോ ഇതായിരിക്കാം ഒരു രീതി, ഇങ്ങനെ ഒരു രീതി നല്ലതാണ്. പിന്നെ ഒരു റീസൺ നമുക്ക് ലേസിനെസ്, മടി. എല്ലാത്തിനും ഉണ്ടല്ലോ, നമുക്കൊരു മടി ഉണ്ടല്ലോ, എനിക്കിനോടത്ത് ഇരിക്കാൻ മടി, എല്ലാത്തിനും ലേസിനെസ് നമുക്ക് അത് ചിലവർക്ക്, ഞാനതാ പറഞ്ഞ സ്പെസിഫിക് ആണ്, നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മുടെ പ്രശ്നം എന്താണെന്ന്. ചിലവർക്ക് അത് ഉണ്ടാവില്ല, ആ ലേസിനെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വി ഹാവ് ടു ഷൂട്ട് ഔട്ട്. അത് നമ്മളെ നാളെ ഒരു തടിയിലേക്കാണ് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഒന്ന് പഠിച്ച് നോക്കി നോക്കൂ, മിക്കവരുടെയും പ്രശ്നം എന്താണ്, ഒന്നെങ്കിൽ തടി വെച്ചുകൊണ്ടേ വരിക, അതല്ലെങ്കിൽ വീട്ടിൽ ചില കുട്ടികളെ നമ്മൾ കാണാം ഭയങ്കര ക്ഷീണിച്ചിട്ട്. പക്ഷെ ആ ക്ഷീണിച്ച കുട്ടി വളരെ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും വേണ്ട, അത് നല്ല ആക്റ്റീവായിരിക്കും, അത് അവരുടെ ബോഡി സ്ട്രക്ചർ ആയിരിക്കാം. പക്ഷെ അതാവില്ല, ചിലപ്പോൾ ഭയങ്കര ഈ കുട്ടി എന്നും ഡോക്ടറെ അടുത്താണ്, ഭക്ഷണം കഴിക്കണില്ല. ഇനിയിപ്പോൾ മറ്റേതാണെങ്കിലോ ഇങ്ങനത്തെ കഴിച്ച് ഭയങ്കര തടി. പിന്നെ ഈ കുട്ടിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നന്നായി തടിച്ചുല്ലോ എന്ന് പറഞ്ഞോടുകൂടി ഈ കുട്ടിയുടെ കോൺഫിഡൻസ് പോയി. ഈ കുട്ടിക്കും ആഗ്രഹമുണ്ട്, അപ്പോൾ അവൻ്റെ ഉള്ളിലും ഒരു ആഗ്രഹമുണ്ട് തടി കുറയ്ക്കണം എന്നുള്ളത്. ഇത് അവസാനം എത്തിപ്പെടുന്നത് ചിലപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും തടി കുറയ്ക്കാൻ. അപ്പം നാച്ചുറലി അവർ മരുന്ന് കൊടുക്കും. അവർ കൊടുക്കുന്ന മരുന്ന് എന്താ അറിയോ, തടി കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വരുന്നില്ല, നമ്മുടെ ഹങ്ങറിനെ ബ്രേക്ക് ചെയ്യാണ്. നമുക്ക് ആ വിശപ്പ് വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഇതുണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം. അതിന് മരുന്നിനൊരു നെയിമൊക്കെ ഉണ്ട്, ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഒസെംപിക്, ഇങ്ങനെയുള്ള ഡ്രഗ്സിലേക്കാണ് അത് കൂടുതൽ ആൾക്കാർ കഴിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ വിശപ്പ് തോന്നുന്ന ഇമോഷൻ ഉണ്ടല്ലോ, അതിനെ ബ്രേക്ക് ചെയ്യുക. എന്താ അവൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്താലും അവന് മടുപ്പ്, അവനത് കാണുമ്പോൾ ഇങ്ങനെ മുഖം തിരിക്കും. ഇതാണ് ഇതിലേക്കൊന്നും നമ്മൾ എത്തിക്കാനേ പാടില്ല, നമ്മളവിടേക്കൊന്നും എത്തില്ല, ഇനി തൊട്ട് നമ്മളെത്തില്ല എന്നുള്ളൊരു തീരുമാനം നമുക്ക് എന്തായാലും വരണം എന്നുള്ളതാണ്. സോ ഈ ലേസിനെസ്, അപ്പോൾ നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, എല്ലാവരും കൂടിയിരുന്ന് വർത്തമാനം, ഒരു ഗ്രൂപ്പ് എഫേർട്ട് എല്ലാവരും. അതേപോലെ ടി വിയുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ കഴിക്കുക, ടി വി ഒരു ഭാഗത്ത് കാണുന്നു, എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒപ്പം നമുക്കൊരു ശീലമാക്കുക. നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും നമ്മൾ ആ ടേബിളിലേക്ക് വരും. അത് വേറെയും കുറേ ഗുണങ്ങൾ ചെയ്യും കേട്ടോ. അവിടെ എവിടെയും വലിച്ചു വാരിയിടലും ഉറുമ്പ് വരലും ഒക്കെ നിർത്തും നമ്മുടെ ടേബിളിലും ബെഡിലും ഒക്കെ വരുന്നത്. ടി വി കാണുമ്പോൾ ഇങ്ങനെ കുറിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ അറിയുന്ന പോലുമില്ല. അതൊക്കെ ലേസിനെസ്സിൻ്റെ ഭാഗമാണ്. സോ വി ഹാവ് ടു, നമ്മൾ അതിനെ സ്ട്രൈക്ക് ചെയ്യുക. ടി വി കാണുമ്പോൾ ടി വി ആണ്, അതൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, അത് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുക, കൂടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കേണ്ട എന്നുള്ളതാണ്. അതേപോലെ ഇവർ കഴിക്കുന്ന, നമ്മൾ ഈ ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന സ്റ്റൈൽ കണ്ടുണ്ട്. ഒരു ഭാഗത്ത് മൊബൈലും ഉണ്ടാവും, മറ്റേ ഭാഗത്ത് ഫുഡും ഉണ്ടാവും. ഈസി ടു ടേക്ക് ആണ്.
എന്നുള്ളതാണ്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഭക്ഷണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ഈ ഫോൺ കാണണ്ട, അല്ലെങ്കിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന സമയത്ത് ഇത് വേണ്ട. സോ വി ഹാവ് ടു സ്ട്രൈക്ക്. നമുക്ക് നമ്മുടെ ആ ലേസിനെസ് എന്ത് ചെയ്യാം, നമുക്ക് കളയാം ഇന്നോട്ട്. അത് കുറയ്ക്കാം. ഗ്രാജുവലി നമുക്ക് എന്ത് ചെയ്ത് കൊണ്ടുവരാം, നമുക്ക് കുറച്ച് കൊണ്ടുവരാം. അതേപോലെ നമുക്കൊരു അമ്മമാർക്കൊക്കെ ഒരു മടി വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ പണ്ടൊന്നും പഠിക്കുമ്പോൾ സ്കൂളിലോ കോളേജിലൊന്നും ക്യാൻറ്റീനുകളൊന്നും അധികമില്ല. അപ്പോൾ നമ്മൾക്കൊന്നും പുറത്തേക്കൊന്നും ഇപ്പം അങ്ങനെയല്ലല്ലോ. സ്കൂൾസിൽ ക്യാൻറ്റീൻ ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾ ഓക്കെ, അവരെ ഉച്ചഭക്ഷണം നല്ല ഭക്ഷണമാണ്, ഹെൽത്തി ഫുഡാണ്. വി ഹാവ് ടു അപ്രീഷിയേറ്റ് ദി ഗവൺമെൻറ് എന്നുള്ളതാണ്. അതേസമയം എയ്ഡഡ് സ്കൂൾസിലും ഇൻ്റർനാഷണൽ സ്കൂൾസിലുമൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകാനേ പാടില്ല. ചില സ്കൂൾസിൽ അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവിടെ ചൂസ് ചെയ്യാൻ പറയണം ഈ കുട്ടിയോട്. ഈ കുട്ടി ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കാം എന്ന്. ചിലപ്പോൾ അവിടെ ചപ്പാത്തി ആൻഡ് ദാൽ അവിടെ ഉണ്ടാവും, പക്ഷേ ഈ കുട്ടി ഇതായിരിക്കില്ല ചൂസ് ചെയ്യുക. എന്നും ഈ ജങ്ക് ഫുഡ്സിലേക്ക് പോയിട്ട് ഓർഡർ കൊടുക്കുന്നുണ്ട് വരും. ഇനി ഞാൻ ഇവിടെ തന്നെ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ആൺകുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തയക്കില്ല. അത് ആൺകുട്ടികളുടെ അമ്മമാരിലാണ് ഞാൻ കുറച്ചത് കൂടുതൽ കണ്ടിട്ടുള്ളത് കേട്ടോ. പൈസ കൊടുത്തു വിടും. കാരണം എന്താ റീസൺ, ഉച്ചയ്ക്ക് ഭക്ഷണം പോയി കഴിച്ചു. കാരണം ഇവർ എന്നിട്ട് റീസൺ പറയുന്നത് അവൻ കൊണ്ടുപോയില്ല, അവന് മടിയാ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അവന് മടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക. നമ്മൾ രാവിലെ എണീക്കണത് അവൻ കാണണം, നമ്മൾ ചോറാക്കണത് അവൻ കാണണം, നമ്മൾ ആക്കിയിട്ട് ടേബിളിൽ അവൻ കൊണ്ടുപോകണ്ട, അവൻ കൊണ്ടുപോകാൻ മടിയാണെന്ന് പറഞ്ഞാൽ അതവിടെ വെച്ചോ, ടേബിളിൽ വെച്ചോ, ഞാൻ എടുത്ത് കളയാം, നമുക്ക് അതവിടെ ഇരിക്കട്ടെ. വൈകുന്നേരം അവൻ വരണ വരെയും ടേബിളിൻ്റെ മുകളിൽ ഇരിക്കട്ടെ. അവനത് കൊണ്ടുപോവും. നമ്മൾ പറയുന്നല്ലേ കൊണ്ടുപോവില്ല. ഇനി അവനത് അവിടെ കൊണ്ടുപോയി കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവനെടുത്ത് കഴിക്കും. അതൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്, നമ്മളുടെ ഒരു എക്സ്ക്യൂസ്. അവനത് പറയുന്നതൊന്ന് കേൾക്കാനിരിക്കുകയാണ്, നമ്മൾ വേഗം പൈസ 100 രൂപ എടുത്തിട്ട് ആ 100 രൂപ കൊണ്ട് അവർ 5 കുട്ടികൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ അവർ കുറച്ചേ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ അവർ നാച്ചുറലി സ്കിപ്പ് ചെയ്യും. പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കും. ഭക്ഷണം കഴിക്കാതിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്ന സമയത്ത് നാച്ചുറലി നമ്മൾ കുറേ ഓവർലോഡ് ചെയ്യും എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. സോ ഭക്ഷണം നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഞാനൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാറിയതാണ്. ആസിഡിറ്റി പ്രോബ്ലംസും ഇഷ്യൂസും വരാൻ തുടങ്ങിയപ്പോഴാണ് ടൈമിൽ കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വന്നത്. സ്കിപ്പ് ചെയ്യാൻ നമ്മൾ പാടില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാറി അതുപോയി എന്തെങ്കിലും കഴിക്കണം. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ദേഷ്യം എന്താ, ഇഡ്ഡലിയും ദോശയാണ്. നമ്മൾ അതെന്ത് ചെയ്യുക, ഇഡ്ഡലിയും ദോശയും കൊടുക്കണ്ട. കുറച്ച് ദിവസം ഒരു 2-3 ആഴ്ച ഇഡ്ഡലിയും ദോശയും അവർക്ക് കൊടുക്കണ്ട. നമ്മൾ ഇഡ്ഡലിയും ദോശയും കഴിച്ചോളൂ. അവർക്ക് വേറെ എന്തെങ്കിലും കൊടുത്തോളൂ. എന്താ ഈസി ആയിട്ടുള്ള വെച്ചോട്ട് ചെറുതുണ്ടാക്കി കൊടുത്തോളൂ, ഉപ്മാവോ അവർക്ക് എന്താ എന്നുള്ളത് അത് കൊടുത്തു നോക്കൂ. അവൻ തനിയെ വന്നിട്ട് ഇഡ്ഡലി എടുക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്. ടൂറിനൊക്കെ ഒരു 4 ദിവസം 3 ദിവസം കൊണ്ടുപോയാൽ 4ാമത്തെ ദിവസം ഇഡ്ഡലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കണം കാണണം. ഇവർ ഇഡ്ഡലി കണ്ടാൽ എറിഞ്ഞിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതായിരിക്കാം. സോ അവർക്ക് കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ള ഫുഡ്സും ഒക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നും ചെയ്യണം എന്നല്ല പറയണത്. വി ക്യാൻ ഹാവ് ജങ്ക് ഫുഡ്സിനെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തള്ളാനൊന്നും പറ്റില്ല നമ്മുടെ ലൈഫിൽ. ബട്ട് നമ്മൾ അതിൻ്റെ യൂസേജ് എന്ത് ചെയ്യണം, അതിൻ്റെ ഇൻടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കുറയ്ക്കാം എന്നുള്ളത് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് നമ്മുടെ സ്ട്രെസ്സായിരിക്കാം. സ്ട്രെസ്സ് വരുമ്പോൾ കഴിക്കുക, ഈ ശീലങ്ങളൊക്കെ നമ്മൾ നിർത്തുക. സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് സ്ട്രെസ്സ് കുറയ്ക്കാം എന്നുള്ളതൊക്കെ ആ ശീലമൊക്കെ നമ്മൾ വിട്ട് കളയുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ സിംഗിൾ ലിവിങ് ഉണ്ട്, ബാച്ചിലേഴ്സ്. അവർക്കൊരു ഭയങ്കര മടിയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പാത്രം കഴുകുക. ഭക്ഷണം അവർക്ക് പിന്നെയും ഉണ്ടാക്കാം, പാത്രം കഴുകുന്ന പണിയാണ് അവർക്ക് സഹിക്കാൻ. അത് ഒതുക്കി വെക്കുക എന്നുള്ളതൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെറിയ ബൗളുകളുണ്ടാവും, ചെറിയ ഇതുണ്ടാവും. പിന്നെ മനസ്സിലായിക്കോളൂ, ബാച്ചിലേഴ്സ് ലൈഫ് അത് വേറൊരു രീതിയാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ ആ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ബാച്ചിലേഴ്സ് ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാച്ചിലേഴ്സ് ലൈഫിൽ നല്ല ഭക്ഷണവും നല്ല ഹെൽത്തിയുമായിട്ട് നമ്മൾ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ ദി നെക്സ്റ്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ് വിൽ ബി ഇൻ ട്രബിൾ അല്ലേ? അപ്പോൾ ഇത് എൻജോയ് ചെയ്യൂ, സ്വന്തമായിട്ട് ഇഷ്ടമുള്ളത് കഴിക്കാം. മറ്റേത് നമ്മൾ മറ്റേ ഇഷ്ടമുള്ളത് ചിലപ്പോൾ കഴിക്കേണ്ട ഒരു കാലഘട്ടം വരും ഒരു കാലത്ത്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ അത് ഇപ്പം നമ്മൾ പ്രസൻറ്റിൽ എവിടെയാണോ അവിടെ നമ്മൾ എന്ത് കാണുക, എൻജോയ്മെൻ്റ് ആണ്. അടുക്കളയിൽ കയറൂ, കിച്ചണിൽ കയറൂ, നമുക്ക് ആവശ്യമുള്ള പോലെ കുറച്ചൊക്കെ ഇതാക്കി ചെയ്യൂ. ഇപ്പോൾ ഒക്കെ അപ്പം നല്ല സുഖമാണ്, രസമാണ്. കാരണം ലൈഫ് എന്ന് പറയുന്ന ഹെൽത്തിയർ ലൈഫ്. ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ അധികം എത്തരുത്. സോ യു വിൽ റെഡ്യൂസ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. അതേപോലെ ഞാൻ മറക്കാതെ പറയണമെന്ന് വിചാരിച്ചാണ്, നമ്മുടെ മിക്ക വീട്ടിലും എന്തുണ്ടാവും, പാത്രങ്ങളുണ്ടാവും അല്ലേ? ഒരു സ്നാക്സ് ഇട്ട് വയ്ക്കുന്ന പാത്രം ഉണ്ടാവും. നമ്മുടെ അമ്മമ്മമാരും അമ്മൊക്കെ ചോദിക്കും, ഇത് എന്തിനാ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കണ, ബേക്കറി സാധനങ്ങൾ? നമ്മൾ അവരോട് പറയുന്നൊരു ഉത്തരമുണ്ട്, ഗസ്റ്റ് വരും.
ഈ ഗസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഗസ്റ്റ് വരുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കുറേ വാങ്ങിച്ചു വയ്ക്കും. ആ ആഴ്ച ഗസ്റ്റ് വരില്ല, നമ്മൾ തന്നെ അത് മുഴുവനും കഴിച്ചു തീർക്കും. രാത്രി 12 മണിക്ക് എക്സ്പയറി ഡേറ്റ് ആണെങ്കിൽ 11:45 മുഴുവൻ, കാരണം വേസ്റ്റാക്കാൻ പാടില്ലല്ലോ, വാങ്ങിയതല്ലേ. എന്തിനാണ് നമ്മൾ ഗസ്റ്റിന് വേണ്ടി ജീവിക്കുന്നത്? നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഗസ്റ്റ് വരുന്ന വിളിച്ചു പറഞ്ഞ ഗസ്റ്റുകളാണ് വരുന്നത് വെച്ചാൽ അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്ത് കാര്യങ്ങൾ വരുത്താം. ഗസ്റ്റ് വരും എന്ന് വിചാരിച്ച് വാങ്ങി വെച്ച് അത് വേസ്റ്റ് ആക്കേണ്ടതൊന്നും വേണ്ട. അവർ വരുമ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അവർ നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യും, നമ്മുടെ ഗസ്റ്റ് അല്ലേ ഇതുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ കോക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഹെൽത്തി ഡ്രിങ്കിലേക്ക് മാറാം. സോ ഓൾ ദി ബെസ്റ്റ്. എനിക്കും ഓൾ ദി ബെസ്റ്റ്, നിങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ്. ഫ്രം ടുഡേ ഓൺവേർഡ്സ് നമ്മുടെ ജങ്ക് ഫുഡ്, നമ്മുടെ മൊത്തം ബഡ്ജറ്റിൽ ജങ്ക് ഫുഡിൻ്റെ ബഡ്ജറ്റിൽ നല്ലൊരു കുറവ് നമുക്ക് വരുത്താം. താങ്ക് യു ഫോർ ഹിയറിങ് മീ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.